സ്വർഗീയമായ ആരാധനയ്ക്കായി ഈ നിമിഷം നാം ഒരുങ്ങുകയാണ്. ഉള്ളു തുറന്ന്, മനസ്സ് തുറന്ന്, സന്തോഷത്തോടെ, ജീവനോടെ നമ്മുടെ രക്ഷകനെ, നമ്മുടെ നാഥനെ, നമ്മുടെ കർത്താവിനെ നമുക്ക് ഇന്നേ ദിവസം ആരാധിക്കാം. അത്ഭുതകരമാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. നമ്മെ വീണ്ടെടുക്കാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന് ഈ ലോക ജീവിതയാത്രയിൽ സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് നമ്മുടെ ഉള്ളങ്ങളെ സ്വന്തമാക്കി സ്നേഹിച്ച് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ കർത്താവ്. അവൻ ജീവിക്കുന്നു എന്നത് മാത്രമല്ല, താൻ വീണ്ടും വരും നമ്മെ ചേർക്കാൻ എന്ന് വാഗ്ദാനം തന്നിരിക്കുന്ന നമ്മുടെ ദൈവം, ആ കർത്താവിനെ ഇന്ന് നമ്മൾ ഉണർവോടെ, ജീവനോടെ ആരാധിക്കാൻ ഒരുങ്ങുകയാണ്. ആ യേശുവിൻ്റെ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടുന്ന നാമം, എല്ലാ നാവും പാടി ആർത്ത് ഈ നിമിഷങ്ങൾ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. വിശുദ്ധിയുടെ ഔന്നത്യത്തിൽ ജീവിക്കുന്ന ക്രിസ്തു, അത്ഭുത മന്ത്രി, മഹിമയിൽ വസിക്കുന്ന തമ്പുരാൻ, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, എത്രയോ വിശേഷണങ്ങൾക്ക് അർഹനാണ് നമ്മുടെ ദൈവം. ഈ വിശേഷണങ്ങളെല്ലാം ഉപയോഗിച്ച് ഇന്ന് ജീവനോടെ, ഉണർവോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ ഈ ഗാനത്തിൻ്റെ ഇരടികളോടൊപ്പം പാടി ആരാധിച്ച് മഹത്വപ്പെടുത്താം. ആമേൻ. വിശുദ്ധിയിൽ ഭയങ്കരനേ, മഹിമയിൽ വസിപ്പവനേ. വിശുദ്ധിയിൽ ഭയങ്കരനേ, മഹിമയിൽ വസിപ്പവനേ. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ പ്രഭു. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ പ്രഭു. ആധിപത്യം തന്നോടിലുള്ളതാ, സർവശ്രേഷ്ഠാധികാരങ്ങൾക്ക് ഉന്നതൻ. ആധിപത്യം തന്നോടിലുള്ളതാ, സർവശ്രേഷ്ഠാധികാരങ്ങൾക്ക് ഉന്നതൻ. യേശുനാമം, യേശുനാമം, എല്ലാ മുഴങ്കാലും വണങ്ങിടുന്ന നാമം. യേശുനാമം, യേശുനാമം, എല്ലാ നാമം പാടി പാടി പുകഴ്ത്തും നാമം. യഹോവയെ സ്തുതിച്ചിടട്ടെ, ദൈവദൂത സൈന്യങ്ങളും യഹോവയെ സ്തുതിച്ചിടട്ടെ. സകല ഭൂവാസികളും യഹോവയെ സ്തുതിച്ചിടട്ടെ, ദൈവദൂത സൈന്യങ്ങളും യഹോവയെ സ്തുതിച്ചിടട്ടെ. സൂര്യചന്ദ്രന്മാരും നക്ഷത്രാദികളും യഹോവയെ സ്തുതിച്ചിടട്ടെ, സൂര്യചന്ദ്രന്മാരും നക്ഷത്രാദികളും യഹോവയെ സ്തുതിച്ചിടട്ടെ. യേശുനാമം, യേശുനാമം, എല്ലാ മുഴങ്കാലും വണങ്ങിടുന്ന നാമം. യേശുനാമം, യേശുനാമം, എല്ലാ നാമം പാടി പാടി പുകഴ്ത്തും നാമം.
അത്യുച്ചനാദമുള്ള കൈത്താളമേളത്തോടെ യഹോവയെ സ്തുതിച്ചിടട്ടെ. അത്യുച്ചനാദമുള്ള കൈത്താളമേളത്തോടെ യഹോവയെ സ്തുതിച്ചിടട്ടെ. യേശുനാമം യേശുനാമം എല്ലാ മുഴക്കാലും പാടിടുന്ന നാമം. യേശുനാമം യേശുനാമം എല്ലാ നാമം പാടി പാടി ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. യേശുനാമം യേശുനാമം എല്ലാ മുഴക്കാലും പാടിടുന്ന നാമം. യേശുനാമം യേശുനാമം എല്ലാ നാമം പാടി പാടി യേശുനാമം പാടി ആരാധിക്കാം. യേശുനാമം യേശുനാമം എല്ലാ മുഴക്കാലും പാടിടുന്ന നാമം. യേശുനാമം യേശുനാമം എല്ലാ നാമം പാടി പാടി ഒരിക്കൽ കൂടി പാടി ആരാധിക്കാം. യേശുനാമം യേശുനാമം എല്ലാ മുഴക്കാലും പാടിടുന്ന നാമം. യേശുനാമം യേശുനാമം എല്ലാ നാമം പാടി പാടി പൂവിട്ടും നാമം. കർത്താവിൻ്റെ നാമം എല്ലാവരും പാടി പുകഴ്ത്തുന്ന ആ നാമം. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ നാമം ഇത്ര ശ്രേഷ്ഠമായി ആരാധിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് യേശുവിൻ്റെ നാമം ഇത്ര ആദരവോടെ പരിഗണിക്കപ്പെടുന്നത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, യേശു നമ്മോട് കാണിച്ച സ്നേഹം. ആ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. സ്നേഹമെന്ന പദം നമുക്കേറെ പരിചിതമാണ്. മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ, കുടുംബങ്ങളുടെ നിലനിൽപ്പ് തന്നെ സ്നേഹത്തിലാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യേശു നമ്മോട് കാണിച്ച ആ സ്നേഹം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ നമുക്ക് നൽകിക്കൊണ്ട് സ്വർഗീയ പിതാവ് നമ്മോട് കാണിച്ച സ്നേഹം, ആ സ്നേഹത്തിന് ഒരു പേര് പറയും, അഗാപ്പേ, ദൈവസ്നേഹം. നമ്മുടെ സ്നേഹത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വ്യത്യാസം എന്ത്? അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹം ഉപാധികളില്ലാത്ത സ്നേഹമാണ്. അൺകണ്ടീഷണൽ ലവ്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുമ്പോൾ തിരിച്ച് മക്കളിൽ നിന്ന് ബഹുമാനം കിട്ടിയില്ല എങ്കിൽ, അവർ നമ്മെ അനുസരിച്ചില്ല എങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള ആ സ്നേഹത്തിന് വീഴ്ചയുണ്ടാകാം, വിള്ളലുണ്ടാകാം. ഭാര്യ ഭർത്തൃബന്ധത്തിൽ പലപ്പോഴും ഉപാധികൾ വച്ചാണ് നാം സ്നേഹിക്കുന്നത്. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ തിരിച്ചു. നീ എന്നെ സ്നേഹിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഉള്ളിൽ അത്ര സ്നേഹം നീ പ്രതീക്ഷിക്കണ്ട. എന്നാൽ ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് അങ്ങനെയല്ല. നമുക്ക് വേണ്ടി കാൽവറിയിൽ അവസാന തുള്ളി രക്തം താൻ ഊറ്റുമ്പോഴും നമ്മിൽ നിന്ന് തിരികെ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നാം പാപികളായിരിക്കെ, ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, നാം പാപികളായിരിക്കെ അവൻ ക്രൂശോളം നമ്മെ സ്നേഹിച്ചു. ഉപാധികളില്ലാത്ത സ്നേഹം, അത് സ്വർഗം നമുക്ക് കാണിച്ചു തരുന്ന ഒരു അത്ഭുതമാണ്. ആ സ്നേഹത്തെ നമുക്ക് ആരാധിക്കണ്ടേ? എന്താണ് അതിന് പകരമായി നൽകാനുള്ളത്? ഒന്നും തുല്യമായില്ല. ദൈവസ്നേഹത്തിന് പകരമായി ഒന്നും നൽകാനില്ല. നമുക്ക് ആരാധിക്കാം. ഓ ദൈവസ്നേഹമേ, ആ ക്രൂശിൽ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്വർഗീയ സ്നേഹമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു.
ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതും നിത്യസ്നേഹം. ഒരിക്കൽ കൂടി പാടാം. ദൈവസ്നേഹമേ 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 സ്വർഗം കാട്ടിയ അത്ഭുതമേ മരക്കുരിശിന്മേൽ മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതും നിത്യസ്നേഹം. ദൈവസ്നേഹമേ എന്ന് പാടിക്കേ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ മരക്കുരിശിന്മേൽ മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതും എന്തു നൽകും പകരമായി? എന്തു നൽകും പകരമായി? തുല്യമായി ഒന്നുമില്ല നാഥനേ. എന്തു നൽകും പകരമായി? തുല്യമായി ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ പാടിക്കൂ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചു. ഒരിക്കൽ കൂടെ നന്ദിയോടെ പാടിക്കേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച വിധങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ മറക്കാനാകും? അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത് കൽവറിയിലെ കാഴ്ചയിലാണ്. ആ കാഴ്ച എത്രയോ ആഴമാണ്. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത് എപ്പോഴാണ്? അത് കാൽവറി കാണുമ്പോഴാണ്. കർത്താവ് മനുഷ്യനായി നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ചപ്പോഴല്ല, ആ സ്നേഹത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങൾ മനുഷ്യൻ കണ്ടതാണ്. അവൻ നൽകിയ കരുതലുകൾ, അവൻ നൽകിയ സാന്ത്വനം, അവൻ പറഞ്ഞ ആശ്വാസവചനങ്ങൾ, അവൻ്റെ ചില ശാസനകൾ എല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയായി നാം മനസ്സിലാക്കി. എന്നാൽ അവിടെയൊന്നും നാം കാണാത്ത, പ്രതീക്ഷിക്കാത്ത സ്നേഹത്തിൻ്റെ ഔന്നത്യമാണ് കാൽവറിയിൽ നാം കാണുന്നത്. കണ്ടാൽ ആളല്ല എന്ന് തോന്നുന്ന വിധം വികൃതമാക്കപ്പെട്ടിരുന്നു എന്നാണ് സുവിശേഷകൻ ആ കിടപ്പിനെ സൂചിപ്പിക്കുന്നത്. പ്രിയരെ, അതൊരുപോലെ നമ്മെ നോവിക്കുന്ന കാഴ്ചയാണ്. കാൽവറിയുടെ കാഴ്ച ഒരു മനുഷ്യനെ നോവിക്കുന്നത് അവന്റെ ശരീരത്തിലേറ്റ പീഡകളുടെ വേദനയുടെ ഓർമ്മയല്ല. ഒരു ഉത്തമ ക്രിസ്തു സ്നേഹിയെ കാൽവറി നോവിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ പ്രദർശനത്തിലാണ്. അത് വലിയൊരു പ്രദർശനമാണ്. കണ്ടാൽ ആളല്ല എന്ന് തോന്നും വിധം അവന്റെ ശരീരം വൈകൃതമാക്കപ്പെട്ടത് ആ സ്നേഹത്തിന്റെ പ്രദർശനമാണ്.
എനിക്ക് വേണ്ടി ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ കീറി മുറിക്കപ്പെടാനിടയായത് ആ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. കാൽവറിയിൽ അവൻ എനിക്കായി മുൾക്കിരീടം ധരിച്ചത് എന്നോടുള്ള സ്നേഹത്തിന്റെ പ്രദർശനമാണ്. ശരീരം മുഴുവൻ ചാട്ട കൊണ്ടടിയേക്കപ്പെട്ടത് അയ്യോ ആ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. നെഞ്ചിൽ കുന്നം കൊണ്ട് കുത്തേറ്റത് ആ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞപ്പോൾ, കയ്പ് നീർ നൽകപ്പെട്ടപ്പോൾ ആ അനുഭവവും കാണിക്കുന്നത് സ്നേഹത്തിന്റെ പ്രദർശനമാണ്. തന്നെ കുത്തി നോവിക്കുന്നവരെ നോക്കിയിട്ട്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തോ എന്നിവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് ആ സ്നേഹത്തിന്റെ ഏറ്റവും ശക്തമായ പ്രദർശനമാണ്. ഇനി സ്വർഗീയമായ ആരാധനയിൽ നിൽക്കുന്ന ദൈവമേ, ആ സ്നേഹത്തെ നീ ഒന്ന് മനസ്സിൽ കാണാമോ? ആ ക്രൂശിനെ നീ ഒന്ന് മനസ്സിൽ കാണാമോ? രക്തം വാർന്നൊഴുകുന്ന ആ മുഖത്തെ നിനക്കൊന്ന് മനസ്സിൽ കാണാമോ? വൈകൃതമാക്കപ്പെട്ട രൂപത്തെ നിനക്കൊന്ന് മനസ്സിൽ കാണാമോ? ഇതിനെല്ലാം തയ്യാറായ തന്റെ സ്നേഹത്തിന്റെ ആഴം ഈ നിമിഷങ്ങളിൽ നിന്റെ ഉള്ളത്തെ നോവിക്കണം. ഈ ലോകത്തിന്റെ സുഖങ്ങളെ ആസ്വദിച്ചോടി നടക്കുന്നതിനിടയിൽ ആ മുൾക്കിരീടവും ആ അടിപ്പിണരേറ്റതും ഒക്കെ ഒരിക്കലും മറക്കാനാകാത്ത വിധമുള്ള ഒരു ചിത്രമായി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആലേഖനം ചെയ്യപ്പെടണം. ശക്തമായി അതെൻ്റെ ഉള്ളിൽ രചിക്കപ്പെടണം ആ ചിത്രം. ഓർക്കാം, കാണാം മനസ്സിൽ ആ ചിത്രം, കണ്ട് ധ്യാനിക്കാം, ആരാധിക്കാം. മുൾക്കിരീടവും അടിപ്പിണരേറ്റത്. ഒരിക്കൽ കൂടി പാടിക്കേ, മുൾക്കിരീടം. ആ ചിത്രം ഉള്ളിൽ പതിയട്ടെ, പാടിക്കേ. സ്വന്തം ജീവനെ അതെ, നന്ദി പറയാൻ നാവ് പോരാ, സ്തോത്രം പാടാൻ നമ്മുടെ ഈ നാവ് പോരാ, ഒന്നും പകരമായി നൽകാൻ ഈ നാവ് പോരാ. ഈ ബലഹീനമായ അധരം കൊണ്ട് എത്ര സ്തുതിച്ചാലും പോരാ. പക്ഷേ എങ്കിലും നാം അവനെ ആരാധിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം കാൽവറിയിലെ ക്രൂശിലെ നോവിന്റെ മുറിപ്പാടുകളിൽ അവസാനിച്ചു തീർന്നതല്ല സ്നേഹം, മറിച്ച് അടക്കപ്പെട്ട് പൂർണ്ണമായും ഇല്ലാതെയായി എന്ന് ലോകം വിശ്വസിച്ച അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചു കാണിക്കുന്ന സ്നേഹമാണ്. ആമേൻ. ഉയർത്തെഴുന്നേറ്റ് ജീവിച്ച്, യെസ്,
വീണ്ടും വരാനിരിക്കുന്നു എന്ന് വാഗ്ദാനം ചെയ്ത സ്നേഹമാണ്. കൽവറിയിൽ മരിച്ചടങ്ങിയ ഒരു ബലഹീനനല്ല ക്രിസ്തു. ഉദ്ധിതനായി ജീവിക്കുന്നവൻ സർവശക്തനാണ്. സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ആ കർത്താവിനെ ജീവനോടെ ആത്മാവിലും സത്യത്തിലും നമുക്ക് ഈ നിമിഷങ്ങളിൽ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്താം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, എന്നില്ലാ സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, എന്നില്ലാ സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. ജീവനോടെ സന്തോഷത്തോടെ ശാലേം യഹോവ എന്റെ സമാധാനം, നിസ്സി യഹോവ എന്റെ ജയക്കൊടിയ. ആമേൻ. ജയക്കൊടിയായ ദൈവത്തെ, സമാധാനമായ തമ്പുരാനെ ജീവനോടെ ഉണർവോടെ നമുക്ക് ആരാധിക്കാം. ആമേൻ. സർവശക്തൻ, സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. ചേർന്ന് പാടാം ഒരിക്കൽ കൂടെ. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. പാടി ആരാധിക്കാം.
you, Lord. Thank you, Jesus. Worship you, Lord.